ആ പ്രോഗ്രാമിന് ബോർഡംഗങ്ങൾ എല്ലാവരും ഉണ്ടാവും. തൻ്റെ ജോലി ഉറപ്പാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പഠിച്ചതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പുണ്യമാണല്ലോ. ഈശ്വരൻ നമുക്ക് ചില കുറവുകൾ തരുമ്പോൾ അതിന് പരിഹാരമായ പരിസ്ഥിതികളും തരും. ഇവിടുത്തെ കുട്ടികളിലെല്ലാം ഞാൻ അത് കണ്ടിട്ടുണ്ട്. അന്ധനായി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അവരെ പോലെയാണ്. ആ രാമേട്ടൻ്റെ ഇന്നത്തെ ഇവിടുത്തെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞോ? ഗംഗയ്ക്ക് ഡ്യൂട്ടി ഇല്ലേ? ലോ ആൻഡ് ഓർഡറിലേക്ക് ട്രാൻസ്ഫർ ആയി, നാളെ ജോയിൻ ചെയ്യും. അതുകൊണ്ട് കാലത്തൊന്ന് അടുക്കളയിൽ കയറി അച്ഛന് ഇഷ്ടപ്പെട്ട അമ്മയുടെ ചില പാചകങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി ഒരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടായിക്കൊണ്ട് വന്നാ. ഇങ്ങനെ ഒരു കൊച്ചുമോളെ കിട്ടാൻ സാറ് ഭാഗ്യം ചെയ്യണം. ഭാഗ്യം. 6 മാസം കൂടെ കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും തലയിൽ വെച്ച് കൊടുക്കും. ഓ അച്ഛൻ തുടങ്ങി, ഞാൻ പോവാ, വൈകിട്ട് വരാം. ഓ മോള് വീട്ടിലേക്കാണോ? അതെ. ജയറാമിനെ കൂടെ ഒന്ന് വിട്ടേക്ക്. ആ ശരി സാർ. വരാമേട്ടാ. ഞാൻ കൊന്നു കൊഴിച്ചു വിടും. ആരാണ് ചോദിക്കാൻ? എന്ത് വാക്കെങ്കിലായിക്കോട്ടെ ഓനോട് വേണക്കാർ കച്ചറയിലാക്കരുതെന്നറിയ. ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. മാന്യന്മാര് അവളെന്നെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന എസ് പിക്ക് അയാളെ പിടിച്ച് മൂക്കി കെട്ടോടി. എന്താ ഇവിടെ ഒരു ബഹളം? ഇവിടെയും കയറി വന്നിരിക്കുന്നു രാമേട്ട ഈ തെണ്ടി. തെണ്ടിന്റെ മാറ്റാൻ അപ്പൊ നീയാണല്ലേ ഇപ്പൊ എന്റെ ഭാര്യയുടെ മറ്റവൻ? ഭാര്യ പണ്ടായിരുന്നില്ലേ? ഒഴിഞ്ഞു പോയതല്ലേ മറ്റൊരാളുടെ കൂടെ? പിന്നെ എപ്പോഴും അവകാശം ചോദിച്ചു വന്നിരിക്കുന്നു. താൻ തന്നെ പറഞ്ഞില്ലേ ഭാര്യയുടെ മറ്റവൻ? അത് തന്നെ. കച്ചറാക്കല്ലേ മൊയ്യീനെ. പിന്നെല്ലാട്ടോ അതിന്റെ പേര് ദുൽഖർ സൽമാൻ. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു തീർത്താ പോരെ? അത് 10 ആള് കൂടുന്നിടത്ത് വേണോ? ഇപ്പൊ ഞാൻ പോവാ. പോലീസിനും പട്ടാളത്തിനൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കില്ലേ. നിന്റെ ആ അനിയൻ തണ്ടിയെ പിന്നെ ഈ പൊട്ടക്കണ്ണന് ഒരു ദിവസം കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. ഓർത്തോ മാറിക്കട. സാർ, ഇത്രയധികം പണം ഇപ്പൊ എന്തിനാ ബാങ്കിൽ നിന്ന് എടുത്തത്? ഇത് ഞാൻ നന്ദിനിയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചതാ. അതിന് ഇവിടെ വേണ്ട. നീ ഇത് അവളുടെ ഊട്ടിയിലെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടണം. നേരിട്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താ പോരെ? പോരാ, എൻ്റെ അക്കൗണ്ട്സ് ഇപ്പോൾ ആരൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട്. ആർക്കാ പണം വെച്ചെന്ന് ആരും അറിയണ്ട. ഇത്തവണ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്ത സാറിനെ കൂട്ടിയിട്ട് ചെല്ലാമെന്ന്. സാറ് വന്നേ പറ്റൂ. ഇപ്പം ഞാൻ അവളെ കാണാൻ പോകുന്ന അപകടമാണ്. എൻ്റെ പിന്നാലെ നിഴല് പോലെ അവനുണ്ട് വാസു. അവൻ്റെ ഉദ്ദേശം നന്ദിനിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാ. എന്തിന്? ഇനി ഞാൻ നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അന്ന് വാസുവിൻ്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പലരും പലപ്പോഴായി പലയിടത്ത് വെച്ച് മരിച്ചു. ഒരുപക്ഷെ തൻ്റെ കുടുംബം തകർത്തവരോടുള്ള പകയായിരിക്കാം അത്. അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്പ്യാർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വാസുവാണെങ്കിൽ അവൻ്റെ അടുത്ത ഇര ഞാനും നന്ദിനിയുമായിരിക്കും. ലക്ഷ്മിയുടെ കല്യാണത്തിൻ്റെ തീയതിയും കുറിച്ചുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. 24-ാം തീയതി തന്നെ നടത്തണമെന്ന് അവർ പറയുന്നു. ഇത്ര പെട്ടെന്ന്? അതെ, ചെക്കിന് ലീവില്ലാത്തേ. പിന്നെ ആ ബാപ്പുട്ടിൻ്റെ കാര്യം എന്തായി? ഞാൻ വിളിച്ചു, കിട്ടിയില്ല. കിട്ടാത്തൊന്നുമല്ല, അയാൾ എടുക്കാത്ത. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഈ ഏട്ടൻ എന്താ ഇനിയും ആളുകൾ മനസ്സിലാവാത്തത്? 3 മാസം മുമ്പ് ബാപ്പുട്ടി അയാളുടെ വീട്ടിൽ വന്നിട്ട് ഏട്ടനെ കാണാൻ തിരിച്ചു പോയല്ലേ? കാശ് തരാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ട് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? എനിക്ക് തോന്നില്ല ഇനി ആ കാശ് കിട്ടും. നീ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കാം. പക്ഷെ ചെലവുള്ള കാശിന്റെ വഴിയൂടെ കണ്ടോണം കേട്ടോ. ഇതാ ഇത് പിടിക്ക്. ഇതെന്താ? ഇത് സർദാർജി തന്നതാ, നിക്കാഹിന് കൂടാനുള്ള. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പച്ച നീലും മഞ്ഞ നിറത്തിലൊക്കെ. രാമേട്ട ഒന്ന് മാറിക്കേ. എന്ത് പറ്റി? ആമിനെ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടല്. അത് വാങ്ങിച്ചോ.
കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് മയങ്ങി വീണു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആ വരും. കുട്ടിയുടെ അച്ഛനില്ലേ ഇവിടെ? അങ്ങേരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോവാറുണ്ട്. നാട്ടിൽ എന്തൊക്കെയോ കച്ചവടമുണ്ട് പോലും. ദുബായിലോ മറ്റോ ആണ് ജോലി. सत श्रीकाल सर, आपके कारण हमारी बेटी की इज्जत बरकरार है और आज शाम को फंक्शन है, आप जरूर आइए और हमारी बेटी को आशीर्वाद दीजिए। हाँ जी, मैं जरूर आऊँगा। थैंक यू. ആ ദേവേനി, ഇത് മുഴുവൻ സ്വീറ്റ്സ് അറിഞ്ഞെടുത്തു. ഇവിടുത്തെ പണിക്കാർക്കൊക്കെ കൈ നിറയെ കൊടുത്തിട്ടുണ്ട് സർദാർജി. എനിക്കും കിട്ടി ഒരു ഗാഗ്ര ചോളി. ആ ജയരാമ, വൈകുന്നേരം താഴത്തെ ആട്ടോ പാട്ടോ കഴിയുമ്പം നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം. ശാരദ സൂക്ഷിച്ചു വെച്ചു. രാമേട്ടാ, നല്ല രസമുണ്ട് രാമേട്ടനെ കാണാൻ. ഒരു തലക്കെട്ടും കൂടിയായ സർദാർജി അല്ലാന്ന് ആരും പറയില്ല. എന്റെ വേഷം കണ്ടോ? ഞാനെങ്ങനെ കാണാം? ഒന്ന് തൊട്ടു നോക്ക്. ഒരു പഞ്ചാബി ചെക്കൻ ഞാൻ പഞ്ചാബിയാണെന്ന് കരുതിയിട്ടേ എന്നോട് ശൃംഗരിക്കാൻ വന്നു. ഞാൻ മലയാളം പറഞ്ഞപ്പോ അവന് ഓടി. ആ ചെറുക്കൻ രക്ഷപ്പെട്ടു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. അപ്പം ഇഷ്ടാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ നല്ല പച്ചമുളകിട്ട് നല്ല എരിയുള്ള സ്റ്റൂ വേണം. എങ്കിലേ കഴിക്കാനൊരു സുഖമുള്ളൂ. കല്ലൊഴിച്ചുണ്ടാക്കണം, അല്ലാതെ ഇതുപോലെ ഈസ്റ്റിട്ട് പുളിപ്പിച്ചിട്ടല്ല. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ എന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഈ കള്ളപ്പത്തിന്റെ കാര്യമല്ല. അത് പറയാൻ മാത്രം എന്താ ഇത്ര മടി? നിന്ന് കൊഞ്ചാതെ കുറച്ച് കറി എടുത്തുണ്ടോ പിന്നെ? അതെ, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ വൃത്തികെട്ടവനെ എന്റെ നേരെ ചാടാൻ വന്നപ്പോ മുമ്പിൽ കയറി നിന്നത്? ഇല്ലെങ്കിൽ അവൻ നിന്നെ ചവിട്ടി കയറി അടുപ്പത്ത് വെച്ചാൽ ഇതാണ് ഈ കാലത്ത് ആരും സഹായിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. ശരി, ഞാനൊരു സെൽഫി എടുക്കാം. സെൽഫി? കുൽഫി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ എടുത്ത് തിന്നോളാം. നീ ആ പെണ്ണുങ്ങളുടെ അടുത്ത് അങ്ങനെ പോയിരിക്കും, വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോ പറയിപ്പിക്കാതെ. ഇവിടെ നിൽക്കാണ് നമ്മളവിടെയൊക്കെ ഇവിടെ തന്നെയല്ലേ നമ്മളെ കാണും. ഒരു ഫോട്ടോ എടുക്ക് കുഞ്ഞിക്ക. ഇത്രയും നല്ല വേഷമൊന്നും ഇനി ഇടാൻ പറ്റില്ല. കഴിച്ച് വിട്ടിട്ട് നീ ചുമ്മാ ഇരിക്കുന്നേ. ഹലോ, അത് നേരെ ഫോട്ടോ എടുക്കുമ്പോഴാണ് അതിൻ്റെ കയറി ഉണ്ടാക്കണേ. പുലി കളിച്ചല്ലേ സൈക്കിൾ പോകുന്നത്. ആ ശരി. ആ ഓ നോക്കട്ടെ. നോക്കി. ആ കൊള്ളാം കൊള്ളാം. രാമേട്ടാ, ഓളെ കാണാൻ നല്ല രസം കിട്ടോ. അടിച്ചു തളിക്കാരിയാന്ന് ഓളെ കണ്ടാ പറയും. അല്ലാന്ന് നിങ്ങൾക്ക് ഓളെ കെട്ടിക്കൂടെ? ഓക്കൊരു അണിയായി ഇങ്ങൊക്കെ തുണിയെ. നീ കുഞ്ഞിക്കയുടെ കൂടെ ചേർന്ന് വൃത്തിയിട്ടാണ്. നീ വല്ലതും വാങ്ങിച്ച് കഴിച്ചിട്ട് വീട്ടിൽ പടാ. ഇതൊന്നും എല്ലാ ദിവസവും കിട്ടൂല. അല്ല മോനെ, ഈ ദോശ അല്ലാണ്ട് നെയ്ച്ചോറ് കോഴി ബിരിയാണി ഒന്നും ഉണ്ടാവില്ലേ? സർദാർജിയുടെ കല്യാണത്തിന് കോഴി ബിരിയാണിയാണ്. അന്നാ പഞ്ചാബിൽ കോഴി ഉണ്ടാവില്ല? അത് ഉണ്ടാവും. നമുക്ക് ആ സിംഗിനോട് ചോദിച്ചു നോക്കുക. ഏത് സിംഗ്? ആ മുഹമ്മദ് സിംഗ്. ഓ, മുഹമ്മദ് സിംഗ്.